ദൈവം തന്നെ മോശയെ അന്വേഷിച്ചു വന്നു. അവന്റെ ശക്തിയും മഹത്തായ പദ്ധതിയും അവനിലൂടെ വെളിപ്പെടുത്തി. കർത്താവിന്റെ കണ്ണുകള് ഭൂമിയിലെ മുഴുവൻ ദേശത്തും ഇങ്ങുമങ്ങും ഓടുന്നു. അവനോട് വിശ്വസ്തമായ ഹൃദയമുള്ളവരുടെ വേണ്ടി തന്റെ ശക്തി കാണിക്കാനായി. ദൈനംദിന ധ്യാനം. അപ്പോ മോശ പറഞ്ഞു, ഞാനിപ്പോ തിരിഞ്ഞ് ഈ വലിയ കാഴ്ച കാണാം. ഈ ചെടി എങ്ങനെ കത്തുന്നില്ലെന്ന്. പുറപ്പാട് 3:1. മോശെ തന്റെ ആദ്യത്തെ 40 വർഷം ഈജിപ്തിൽ ജീവിച്ചു. അതിനുശേഷം ഏകദേശം മറ്റൊരു 40 വർഷം മോശ മിദ്യാനിലെ മരുഭൂമികളിൽ ആടുകളെ മേയിച്ച് അലയുകയായിരുന്നു. ആ 40 വർഷങ്ങൾക്കിടയിൽ അവന്റെ ജീവിതത്തിൽ വലിയ മാറ്റങ്ങളൊന്നും സംഭവിച്ചില്ല. അങ്ങനെ ഒരു അവസ്ഥയിലായിരുന്നു അവന്റെ ജീവിതത്തിൽ വലിയൊരു തീരുമാനമുണ്ടായത്. മോശയെ ഫറവോവിനെ ഭയന്ന് ഓടിപ്പോയൊരാളായില്ല. ദൈവം തന്റെ കൈവഴി ഇസ്രായേൽ ജനങ്ങൾക്ക് രക്ഷ നൽകുമെന്ന് അവന്റെ സഹോദരങ്ങൾ മനസ്സിലാക്കുമെന്ന് മോശ കരുതിയിരുന്നു. പക്ഷെ അവരത് മനസ്സിലാക്കിയില്ല. അതിനാൽ മിദ്യാനില് അവൻ തോറ്റവനായി ജീവിച്ചു. എങ്കിലും ദൈവം അവനെ തേടി വന്നു. അവൻ മരുഭൂമിയിൽ ആടുകളെ മേയിക്കുമ്പോൾ കർത്താവിന്റെ ദൂതൻ അവന്റെ മുമ്പിൽ പ്രത്യക്ഷപ്പെട്ടു. കർത്താവിന്റെ ദൂതൻ ഒരു ചെടിയുടെ നടുവിൽ നിന്ന് തീയുടെ ജ്വാലയിൽ അവന് പ്രത്യക്ഷപ്പെട്ടു. അവൻ നോക്കി, അതാ ചെടി തീയിൽ കത്തുന്നു, പക്ഷി ചെടി കത്തിപ്പോകുന്നില്ല. പുറപ്പാട് 3:2. ദൈവം തന്നെ മോശയെ തേടി വന്നു. അവന്റെ മുഖാന്തരം തന്റെ ശക്തിയും മഹത്തായ പദ്ധതിയും വെളിപ്പെടുത്തി. കർത്താവിന്റെ കണ്ണുകൾ മുഴുവൻ ഭൂമിയിലും ഇങ്ങും അങ്ങും ഓടുന്നു. അവനോട് വിശ്വസ്തമായ ഹൃദയമുള്ളവരുടെ വേണ്ടി തന്റെ ശക്തി കാണിക്കാനായി. ഇതിൽ നീ മൂഢത്വം ചെയ്തു. അതിനാൽ ഇനി മുതൽ നിനക്ക് യുദ്ധങ്ങളുണ്ടാകും. 2 ദിനവൃത്താന്തം 16:9. ഇന്നും ദൈവത്തിന്റെ കണ്ണുകൾ ഭൂമിയിൽ ചുറ്റി നടക്കുന്നു, ആളുകളെ അന്വേഷിച്ചുകൊണ്ട്. ദൈവം തന്റെ മുമ്പിൽ നേരായ ഹൃദയമുള്ളവരെ കണ്ടെത്താൻ ആഗ്രഹിക്കുന്നു. അവരിലൂടെ തന്റെ മഹത്വവും മഹിമയും ഈ ലോകത്ത് വെളിപ്പെടുത്താനാണ് അവന്റെ ഉദ്ദേശ്യം. ദൈവം നമ്മയും അതേ രീതിയിൽ ഉപയോഗിക്കാനായിട്ട് രക്ഷിക്കുന്നു. ദൈവം നമ്മുടെ കഴിവുകളെയോ വിദ്യാഭ്യാസത്തെയോ ജ്ഞാനത്തെയോ നോക്കുന്നില്ല. അവൻ നോക്കുന്നത് നമ്മുടെ ഹൃദയത്തെയാണ്. നമ്മൾ തന്നെ മറ്റുള്ളവർക്ക് മുന്നിൽ ഉയർത്തി കാണിക്കേണ്ടതല്ല, മറിച്ച് ദൈവം നമ്മളിലൂടെ തന്നെ വെളിപ്പെടുത്തുക എന്നതാണ് പ്രധാനമായത്. കാട്ടിൽ തീ പിടിച്ചുള്ള ഒരു ചെടി മോശയ്ക്ക് സാധാരണമായ കാഴ്ചയായിരുന്നു. എങ്കിലും മോശ അതിനെ ശ്രദ്ധയോടെ നോക്കി. ഞാനിപ്പോ തിരിഞ്ഞ് ഈ വലിയ കാഴ്ച കാണാം. ഈ ചെടി എങ്ങനെ തീയിൽ കത്തുമില്ലെന്ന് എന്ന് പറഞ്ഞു. അതുപോലെ തന്നെ ഇന്ന് ദൈവം നമ്മുടെ ജീവിതത്തിൽ നടക്കുന്ന സാധാരണ സംഭവങ്ങളിലൂടെ നമ്മോട് സംസാരിക്കാൻ ആഗ്രഹിക്കുന്നു. നാം തിരുവെഴുത്ത് വായിക്കുമ്പോഴോ ദൈവവചനം കേൾക്കുമ്പോഴോ അല്ലെങ്കിൽ നമ്മുടെ ചുറ്റുപാടിൽ നടക്കുന്ന വിവിധ സംഭവങ്ങളിലൂടെയോ ദൈവം നമ്മോട് സംസാരിക്കുകയും തന്റെ ശക്തി നമ്മളിലൂടെ വെളിപ്പെടുത്തുകയും ചെയ്യാൻ ആഗ്രഹിക്കുന്നു. നാം ലോകകാര്യങ്ങളിൽ മുഴുകിയിരിക്കുന്നു, അതിനാൽ അവയിലേക്കാണ് നമ്മുടെ ശ്രദ്ധ. എന്നാൽ ദൈവം നമ്മോട് വെളിപ്പെടുത്താൻ ഉദ്ദേശിക്കുന്ന കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കാതെ പോകുന്നു. മോശെ പറഞ്ഞതുപോലെ, ഞാനിപ്പോൾ തിരിഞ്ഞ് ഈ വലിയ കാഴ്ച കാണാം എന്നതുപോലെ നാം കൂടി ശ്രദ്ധയോടെ കാണുകയും സൂക്ഷ്മമായി നിരീക്ഷിക്കുകയും വേണം. ഓ യെരുശലേം, യെരുശലേം, പ്രവാചകന്മാരെ കൊന്നും അവളിലേക്ക് അയച്ചവരെ കല്ലെറിഞ്ഞും കളയുന്നവളെ, ഒരു കോഴി തന്റെ കുഞ്ഞുങ്ങളെ ചിറകുകൾക്കടിയിൽ കൂട്ടിയിടുന്നതുപോലെ ഞാൻ എത്ര തവണ നിന്റെ മക്കളെ കൂട്ടിയിടാൻ ആഗ്രഹിച്ചു, പക്ഷെ നീ തയ്യാറായിരുന്നില്ല. ലൂക്ക 13:34. കർത്താവായ യേശു ക്രിസ്തുവിന്റെ കൃപയും പിതാവിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ കൂട്ടായ്മയും നിങ്ങളോടൊപ്പമാകട്ടെ. ആമേൻ.